ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മയുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ ചിക്കൻ കറി വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അച്ഛൻ്റെ വക ചിക്കൻ ഫ്രൈയും ഉണ്ട്, ചിക്കൻ കറിയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് മസാലകൾ ചേർക്കണമല്ലോ ചിക്കൻ ഫ്രൈക്ക്. പിന്നെ സാധാരണ നമ്മൾ ചേർക്കണത് തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, പിന്നെ കോൺഫ്ലവർ. എക്സ്ട്രാ നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലവറാണ്. പിന്നെ നമ്മൾ അതൊക്കൊന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അമ്മേനെ വീഡിയോയിൽ കാണിക്കരുതെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ കൈ ഒക്കെ കാണിക്കുന്നത്, ഫേസ് ഒന്നും കാണിക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കി പരട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഉമ്മർത്ത് നിന്ന് അച്ഛമ്മ വെളുത്തുള്ളി അരിയുണ്ട്. അച്ഛമ്മയ്ക്ക് കറി ഇതൊക്കെ വെക്കാറുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നുറുക്കാനൊക്കെ കൂടും. പിന്നെ വീഡിയോയിലെ ആൾ കൈ കാണിക്കലും ചിരിക്കണമൊക്കെ സാധാരണ അങ്ങനെ വരാറില്ല. പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് വന്നപ്പോൾ അമ്മ കറിക്കുള്ള മസാല ഒന്ന് പരട്ടി വെക്കുന്നുണ്ട്. പിന്നെ ഈ അച്ഛൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുള്ളൂ. പിന്നെ ഈ കഥ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ തലേ ദിവസം വെക്കും, കായും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് വെക്കാതാണ്. അപ്പം ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പറയുമ്പോൾ അച്ഛമ്മ ഒരു സൈഡിൽ നിന്ന് കളിയാക്കണുണ്ട്. ഈ എന്താ വീഡിയോ എടുക്കണത്, അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞാൽ എനിക്ക് വട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ കാര്യമാക്കേണ്ട കേസ്, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. കാരണം ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ല. അപ്പം അമ്മ കൂടിയിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. അച്ഛൻ വന്നിട്ട് വീഡിയോ കണ്ട് ഓടിപ്പോവുകയാണ്. പിന്നെ അപ്പോൾ എന്താണ് അച്ഛൻ, അമ്മ, രണ്ട് അസിസ്റ്റന്റ്, പിന്നെ അച്ഛനും അമ്മയും അച്ഛമ്മയും സഹായികളാണ്. അച്ഛനാണ് വെക്കുന്നത്. അച്ഛൻ്റെയാണ് സ്പെഷ്യൽ ചിക്കൻ കറി, അച്ഛനാണ് വെക്കുന്നത്. വീട്ടിലങ്ങനെ ഈ കറിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ടില്ല, സാധാരണ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സ്പെഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ വീഡിയോയിൽ നിൽക്കാൻ അച്ഛമ്മ സമ്മതിച്ച്, അതെ അങ്ങനെ ഇങ്ങനെ കുറേ വർത്താനം എന്തൊക്കെയാണ് അമ്മയും അച്ഛമ്മയും പറയുന്നുണ്ട്. പിന്നെ അച്ഛമ്മ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നേരെയൊക്കെ ഉണ്ട്. പിന്നെ അച്ഛന് വീഡിയോയിൽ വരുന്നതോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. എവിടെ കണ്ടാലും നല്ല വഴക്ക് പറയും. പിന്നെ ഈ സമയമായതുകൊണ്ട് ഇനി വഴക്ക് പറയാറില്ല. അപ്പം അച്ഛൻ കായ നുറുക്കണം, ഇതൊക്കെ ചെറിയൊരു സൈഡിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അച്ഛൻ കൂടിയാണ് വരുന്ന അച്ഛനെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് അച്ഛൻ കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പതുക്കെ ഒന്ന് സ്കൂട്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ നമുക്ക് ഈ കറിക്ക് ചേർക്കാനുള്ള അരപ്പോളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ കഴുകിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലി, ചുവന്നമുളകും ഉണക്കമുളകും പറയും ഞാൻ ചുവന്നമുളക് എന്നാട്ടോ പറയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ആദ്യം അത് സെറ്റാക്കണം. പിന്നെ കഴിഞ്ഞിട്ട് വേറൊരു അരപ്പും കൂടി, 2 അരപ്പാണ് നമ്മൾ ഈ കറിയിൽ ചേർക്കണം. അപ്പോൾ മിക്സിയൊക്കെ കേടുന്നതുകൊണ്ട് പുതിയ മിക്സി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മുടെ ചിക്കൻ കറിക്കുള്ള അരപ്പ് നമ്മൾ തയ്യാറാക്കണം കേട്ടോ. പിന്നെ അപ്പുറത്തെ വർക്ക് ഏരിയയിൽ നമ്മൾ കുക്കറിൽ കായും ഉരുളക്കിഴങ്ങും ഒരു സൈഡിൽ വേവുണ്ട്, അപ്പുറത്തെ സൈഡിൽ ചിക്കനും ഉണ്ട്. ഇനി അതിലേക്കുള്ള അരപ്പാണ് നമ്മൾ സെറ്റായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ പച്ച കളറിലുള്ള അരപ്പ് എന്ന് പറയുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് 3 കൂടിയിട്ടുള്ള അരപ്പാണ്. ആദ്യം ഇതാണ് നമ്മൾ ഫസ്റ്റ് ചിക്കൻ കറിയിൽ ചേർക്കുക. അപ്പോൾ അത് അരപ്പ് റെഡിയായപ്പോൾ അമ്മ അത് അതിലേക്ക് ചിക്കനിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ചിക്കനിൽ പിടിച്ച് ഒന്ന് സെറ്റായിട്ട് വേണം നമുക്ക് അടുത്ത അരപ്പ് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതൊരു ഇതാവില്ല. അപ്പോൾ അങ്ങനെ ആവി പാറുന്ന ചിക്കൻ കറി റെഡി ആവാൻ പോവാൻ കേസ്. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തോ ഒരു വർത്താനം ഉമ്മർത്തുനിന്ന് കേൾക്കുമ്പോൾ നമ്മൾ സച്ചു വന്നിട്ടുണ്ട്. സച്ചു എന്ന് പറയുന്നത് എൻ്റെ മേമയുടെ മോളാണ്. അപ്പോൾ അവൾ ബിരിയാണി കൊണ്ട് വന്നതാണ്. മേമയ്ക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി കൊടുക്കുന്നതാണ്. ഞങ്ങൾക്ക് സർപ്രൈസായി കേസ്. ഞാൻ വിചാരിച്ചില്ല, കാരണം സൺഡേ ഒന്ന് സൂപ്പറായി. കാരണം മേമയുടെ വക സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും വക ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ മേമ പറഞ്ഞിരുന്നു എൻ്റെ കൈ തന്നെ ഞാൻ തന്നെ തുറക്കണം, അങ്ങനെ പറഞ്ഞിട്ടാണ് അവളെ പറഞ്ഞയച്ചത്. പക്ഷെ അനിയത്തിയാണ് തുറന്നത്. എന്തായാലും നമുക്ക് കണ്ടല്ലോ. അപ്പോൾ ഞാനത് അടുക്കളയിൽ കൊണ്ടുവച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ ട്രൈപോഡ് എന്ന് പറഞ്ഞ വീഡിയോൻ്റെ. അപ്പോൾ പിന്നെ ഒരു കയ്യിൽ വീഡിയോ എടുക്കണം, മറ്റേ കയ്യിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അടുക്കളയ്ക്ക് പോയി ബർക്കറിക്ക് പോയി നോക്കുമ്പോൾ നമ്മൾ കറി ഏകദേശം റെഡിയാവാൻ പോകുന്നുണ്ട്. കുക്കറിൽ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിച്ചത് ചിക്കനൊക്കെ ഇട്ട് അത് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം, ഇളക്കണം. എന്നാലേ അതിനെ മസാലക്കൊക്കെ ഇതൊക്കെ പിടിക്കുള്ളൂ. നമ്മൾ നേരത്തെ വെച്ച അരപ്പുണ്ടായിരുന്നു, നമ്മൾ ഫസ്റ്റ് അരച്ച് വെച്ച മല്ലി മുളകില്ലേ അതും കൂടി നന്നായിട്ട് ഇളക്കുക. ഇളക്കലാണ് മെയിൻ. പിന്നെ ഏകദേശം ഇനി റെഡിയായിട്ട് ഇനി ഒന്ന് തിളയ്ക്കുക, ഒന്ന് മല്ലിയില തൂക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ബിരിയാണി കൊടുന്ന് കഴിച്ചു. അപ്പം ഞാൻ ചിക്കൻ കറി ആയിട്ട് കഴിക്കണ വരെ ടാറ്റാ ബൈ ബൈ.